ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാധാരണഗതിയിൽ പ്രായം കൂടുന്നതിനനുസരിച്ച് അറിവും തൻ്റെടവുമൊക്കെ വർദ്ധിക്കുകയാണ് ചെയ്യാറ്. വഹാബികൾക്ക് നേരെ തല കുത്തനെയാണ് എന്ന് തോന്നുന്നു. അവരുടെ കൂട്ടത്തിൽ തലക്ക് മൂത്ത് ഖബറിലേക്ക് കാല് നീട്ടുമാർ പ്രായമെത്തിയ ഒരു മനുഷ്യനുണ്ട്, ചുഴലി അബ്ദുള്ള മൗലവി. അദ്ദേഹം ഈ അടുത്ത് നമുക്കറിയാം സുന്നികളുടെ പള്ളികൾ മുഴുവനും അമ്പലങ്ങളാണെന്നും അവിടെയുള്ള ഉസ്താദുമാർ സ്വാമിമാരാണെന്നും അവരെ തുടർന്ന് നിസ്കരിക്കുന്നത് സ്വാമിമാരെ തുടർന്ന് നിസ്കരിക്കുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞ വിവാദപരമായ ക്ലിപ്പ് നമ്മളൊക്കെ കേട്ടതാണ്. ശേഷം കുടുങ്ങിയ അദ്ദേഹം അത് തിരുത്തി മാപ്പ് പറഞ്ഞതും നമ്മളൊക്കെ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ക്ലിപ്പ് ഇപ്പോൾ ഈ ഉള്ളവൻ കേൾക്കാനിടയായി. അതിൽ അദ്ദേഹം പറയുന്നത്, മഹാന്മാരുടെ മക്ബറകൾ അതൊക്കെ പുരോഹിതന്മാർ ജനങ്ങളെ ഷിർക്കിലേക്കും കുഫറിലേക്കും നയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നും ജാറങ്ങളിൽ പോകുന്നത് തനിച്ച കുഫറാണെന്നും അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന സിഫത്തിനെ തന്നെ നിഷേധിക്കുകയാണ് ചെയ്യുകയെന്നുമാണ് ടിയാൻ തട്ടിവിടുന്നത്. അദ്ദേഹത്തിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടു നോക്കൂ. ജാറങ്ങൾ പാവപ്പെട്ട സാധാരണക്കാരന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കളെ സംഘടിപ്പിക്കാൻ ആത്മീയമായ ഒരു ബന്ധം ആവശ്യമാണ് എന്ന് കെട്ടിച്ചമച്ച് സാധാരണക്കാരന്റെ മനസ്സിനെ ജാറവുമായി മരിച്ചുപോയ മഹാന്മാരുമായി ബന്ധിപ്പിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുങ്ങാൻ ആവശ്യപ്പെടുന്ന പുരോഹിതന്മാരുടെ കപടമുഖമാണ് ജാറങ്ങൾ. അള്ളാഹുവിനെ നിഷേധിക്കലാണ്, അള്ളാഹുവിനെ കുഫ്ർ ചെയ്യലാണ് ജാറം. ഒരുത്തൻ ജാറത്തിൽ ചെന്നിട്ട് തങ്ങളെ എന്ന് വിളിച്ചാൽ അവൻ കാഫിറാണ്. എന്തുകൊണ്ട്? അല്ലാഹു തആല റഹ്മാൻ എന്ന സിഫത്തിനെ നിഷേധിച്ചവനാണ് അവൻ. എന്താണ് റഹ്മാൻ? അർത്ഥം നിങ്ങൾ എന്നെ വെക്കുക, നിങ്ങൾ മലയാളികളല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താണ് നമുക്ക് ഉസ്താദുമാർ അർത്ഥം വെച്ചത്? നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചവരല്ലേ പണ്ട്? ബിസ്മില്ലാഹി, അള്ളാന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എങ്ങത്തെ അല്ലാഹ്? അർ റഹ്മാൻ. എന്താണ് അർത്ഥം? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ അല്ലാഹ്. ഇതല്ലേ നമുക്ക് പണ്ട് ഉസ്താദുമാർ വെച്ച് തന്നിരിക്കുന്ന മദ്രസയിൽ വെച്ച്. പിന്നെ എങ്ങത്തനല്ല അർ റഹീം, ഇവിടെ വഴിപ്പെട്ടവർക്ക് ആഖിറത്തിൽ പ്രത്യേക പ്രതിഫലം കൊടുക്കുന്നവനല്ല. ഇവിടെ റഹ്മാൻ എന്ന ഇസ്മിന്റെ മഅന എന്താണ് അർത്ഥം? വഴിപ്പെട്ടവർക്കും ഈ പുരോഹിതന്മാര് കച്ചക്കള്ളമല്ലേ ഉമ്മത്തോട് പറഞ്ഞിരിക്കുന്നത്? നമ്മള് നല്ലവരല്ല, നമ്മൾ സൽക്കർമ്മികളല്ല, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാറില്ല, നമ്മൾ തോന്നിവാസം ചെയ്യുന്നവരാണ്, അതുകൊണ്ട് അള്ളാഹ് നമുക്ക് തരൂല, അള്ളാഹുമായിട്ട് നമുക്ക് അടുപ്പമില്ല, അള്ളാഹു നമ്മൾ ഒരു അകലത്തിലാണ്, അതുകൊണ്ട് അള്ളാഹായിട്ട് അടുത്തവരെ പിടിച്ചാലേ നമ്മുടെ കാര്യം നടക്കുകയുള്ളൂ എന്ന് കള്ളം പറഞ്ഞിട്ടല്ലേ ഈ പാവപ്പെട്ട സാധാരണക്കാരനെ ജാറത്തിലെത്തിയിട്ടവരെ വിശ്വാസത്തെയും വിവരക്കേടിനെയും ചൂഷണം ചെയ്ത് പുരോഹിത വർഗം കോടീശ്വരന്മാരായി ജീവിക്കുകയല്ലേ ഇവിടെ? കള്ളം പറഞ്ഞിട്ട് ഈ ജാറത്തിൽ പോയിട്ട് ആവശ്യ പൂർത്തീകരണത്തിന് കിഞ്ചുന്നവൻ അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിച്ച കാഫിറല്ലേ. എന്താണ് റഹ്മാൻ എന്ന ഇസ്മിന്റെ മഅന? അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. അപ്പൊ മതത്തിന്റെ ആവശ്യമില്ല, ജാറത്തിന്റെ ആവശ്യമില്ല എന്നല്ലേ ഈ മഅന വാക്കിന്റെ അർത്ഥം? അല്ലെങ്കിൽ റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞതാ കൂട്ടരെ. റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം വെറുതെ അങ്ങ് പോയ സംഖ്യ നടക്കൂലല്ലോ. റഹ്മാൻ ഭൂമിയിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും ജൂതന്മാർക്കും നസാറാക്കൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും സയനിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും ദുനിയാവിന്റെ ആവശ്യം ഒരുപോലെ നൽകുന്നവൻ എന്നല്ലേ റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് അവരെ അർത്ഥമുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ അള്ളാഹുമായിട്ട് അടുപ്പമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഔലിയാക്കന്മാർക്ക് പോകുന്നത്. ഇത് കള്ളമല്ലേ? അള്ളാന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലല്ലേ? അള്ളാന്റെ റഹ്മത്ത് എന്ന സിഫത്തിനെ നിഷേധിക്കലല്ലേ? അതുകൊണ്ട് തന്നെ ജാറത്തിൽ പോകുന്നവൻ ഒന്നാമതായി കാഫിറാണ്. എന്താണ് അവൻ കുഫ്ർ ചെയ്തത്? അള്ളാഹുവിന്റെ ഇസ്മിനെ അവൻ കുഫ്ർ ചെയ്തു. അള്ളാഹ് പറഞ്ഞതിനെ അവൻ ലംഘിച്ചു. അള്ളാഹ് പറയുന്നു ഞാൻ റഹ്മാനാണ്, നിങ്ങൾ പറയുന്നു എനിക്ക് നീയുമായിട്ട് അടുപ്പമില്ല. ഏതാ അംഗീകരിക്കേണ്ടത്? അള്ളാഹ് പറയുന്നു ഞാൻ റഹ്മാനാണ്, എനിക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരാം. ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നിന്നോട് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, ഈ ദുനിയാവിന്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയും ഞാൻ വെച്ചിട്ടില്ല, ഞാൻ വാരി കോരിത്തരാം, അത് എന്റെ ഹക്കാണ്, അടിമകൾക്ക് നൽകാമെന്ന് ഞാൻ ഏറ്റതാണ്. എന്നിട്ട് നാം ആവശ്യ പൂർത്തീകരണത്തിന് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല കല്യാണം കഴിഞ്ഞിട്ട്. അജ്മീറിലേക്ക് പോയാൽ നാഗൂരേക്ക് പോയാൽ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ കാഫിർ അല്ലെങ്കിൽ പിന്നെ ആരാണ്? അവൻ എന്തിനാണ് കുഫ്ർ ചെയ്തത്? റഹ്മാൻ എന്ന ഇസ്മിനെയാണ് അവൻ കുഫ്ർ ചെയ്തത്. അള്ളാഹ് പറയുന്നു ഏത് മതക്കാരനായാലും മക്കളെ തരുന്നത് ഞാനാണ്. നാം പറയുന്നു അള്ളാഹുമായിട്ട് അടുപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് മക്കളെ കിട്ടൂല, അതുകൊണ്ട് ജാറത്തെ അജ്മീറിലെ തങ്ങളെ പിടിച്ചാൽ കിട്ടും. ഇത് അള്ളാന്റെ റഹ്മാൻ എന്ന ഇസ്മിനെ നിഷേധിക്കലല്ലെങ്കിൽ പിന്നെന്താണ്?
രണ്ടാമത് സംഭവിക്കുന്നത് ഷിർക്കാണ്. എന്താണ് ഷിർക്ക്? അല്ലാഹു റബ്ബാണ് എന്ന കാര്യം നാം നേരത്തെ അല്ലാഹു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഷഹിദിന ഷഹിദിന ഖാലു ബലാ ഷഹിദിന, ഭൂമിയിലെത്തിയാൽ നീയാണെല്ലാം എന്ന് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് കരാർ കൊടുത്തിട്ടുണ്ട് അല്ലാഹ്ക്ക്. ആ കരാറിന്റെ ലംഘനമാണ് ജാറങ്ങൾ വഴി മുസ്ലിമീങ്ങൾ നടത്തിയത്, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ഷിയാക്കൾ നടത്തിയത്. ആ കരാറിന്റെ ലംഘനമാണത്. ആകാശ ലോകത്ത് അല്ലാഹ് കൊടുത്ത ഉറപ്പെന്താണ്? നീയാണ് റബ്ബ്, സൃഷ്ടിക്കുന്നവൻ നീ, നിയന്ത്രിക്കുന്നവൻ നീ, കൽപ്പിക്കുന്നവൻ നീ. അത് ഞാൻ തെളിയിക്കും, ജീവിച്ച് തെളിയിക്കും. ഷഹിദിന, ഭൂമിയിലെത്തിയാൽ ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ ഇവൻ പറയുന്നു അള്ളാഹുവിന്റെ അടുത്ത് കിട്ടണമെങ്കിൽ തങ്ങൾ വേണം, അള്ളാഹുവിന്റെ കിട്ടണമെങ്കിൽ ജാറം വേണം. എങ്കിൽ നീ ആ കൊടുത്ത കരാറിന്റെ അടിസ്ഥാനം എന്താണ്? ആകാശ ലോകത്ത് വെച്ച് നീ റുബൂബിയത്തിൽ കൊടുത്ത ഷഹാദത്ത് നീയുടെ ബാത്തിലാക്കി തീർത്തിരിക്കുകയാണ്. ഈ ഔലിയാക്കളെ റുബൂബിയത്തിൽ പങ്കുചേർക്കുക വഴി നീ കുഫ്റിലാണ്. രണ്ടാമത്തത്, ഔലിയാക്കൾ വിചാരിച്ചാലേ എന്റെ കാര്യം നടക്കൂ എന്ന നിന്റെ വിശ്വാസം. അതുകൊണ്ട് രണ്ടാമതായി നീ ശിർക്കിലാണ്. അപ്പൊ കാഫിറും മുശ്രിക്കുമാണ് ജാറവുമായി ബന്ധമുള്ളവൻ എന്നർത്ഥം. എന്തൊക്കെ വിവരദോഷമാണ് ഇദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത്. മഹാന്മാരുടെ ജാറത്തിങ്കൽ ബർക്കത്തിന് വേണ്ടി ചെല്ലുന്നവർ കാഫിറാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയും പോലെ ഇദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. സ്വന്തം ഈമാനിന്റെ കാര്യത്തിൽ ചെറിയ ഒരാശങ്കയുള്ളവർക്ക് ഇങ്ങനെ പറയാൻ ധൈര്യം വരുമോ? മഹാന്മാരുടെ ജാറത്തിങ്കൽ തബറുക്കിനു വേണ്ടി ചെല്ലുന്നത് കുഫറും ഷിർക്കുമാണെങ്കിൽ ആരൊക്കെ കാഫിറാകണം? ഏതൊക്കെ മഹാന്മാർ ഈ പട്ടികയിൽ വരണം? ഇതൊന്നും ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടോ? ഇത് ചിന്തിക്കാനുള്ള ബുദ്ധിയും മൂളയും ഇദ്ദേഹത്തിനുണ്ടോ? ഇദ്ദേഹത്തെ പോലുള്ളവർക്കുണ്ടോ? അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ മഹത്തുക്കളെ വസീലയാക്കുക എന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ തലമുറ മുതൽ മുസ്ലിമീങ്ങളിൽ നടന്നുവരുന്ന ആചാരമാണ്. ഇത് ഷിർക്കാണെന്ന് ലോകത്താദ്യമായി പറഞ്ഞത് ഹിജറയുടെ 728 മരണപ്പെട്ടു പോയ ഇബ്നു തൈമിയ എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഹിജറയുടെ ചരിത്രത്തിൽ 700 കൊല്ലങ്ങളിൽ ഇത്തരം ഒരു ശബ്ദം അഹ്ലുസുന്നയുടെ പട്ടികയിൽ ഒരാളിൽ നിന്നും കേൾക്കാൻ സാധ്യമല്ല. ഞാൻ സൂചിപ്പിച്ച പോലെ സ്വഹാബത്തിന്റെ തലമുറ മുതൽ ഇത് അംഗീകരിച്ചു വരുന്നതാണ്. നിങ്ങൾ നോക്കൂ, ലോകപ്രസിദ്ധ ചരിത്ര പണ്ഡിതൻ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ല തൻ്റെ പ്രസിദ്ധമായ അൽ ബിദായത്ത് വൻ നിഹായയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തുർക്കുകളോട് യുദ്ധം ചെയ്തുകൊണ്ട് രക്തസാക്ഷിയായ മഹാനായ സ്വഹാബി വര്യൻ അബ്ദുറഹ്മാൻ ഇബ്നു റബീഅത്ത് റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ച് തന്നെ ദഫൻ ചെയ്യപ്പെട്ടു. ഫദഫനൂഹു ഫീ ബിലാദിഹിം, തുർക്കുകാർ ആ നാട്ടിൽ നിന്ന് മയ്യത്ത് കൊണ്ടുവരാൻ അനുവദിച്ചില്ല, അവിടെ തന്നെ മറമാടി. ഫഹും യസ്തസ്ഖൂന ബിഖബ്രിഹി ഇലൽ യൗം, ഇക്കാലം വരേക്കും ആ ഖബർ കൊണ്ട് അവർ മഴനെ തേടാറുണ്ട്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ, സ്വഹാബത്തിന്റെ നടപടിക്രമം, സ്വഹാബത്തിന്റെ കാലം മുതൽ മുസ്ലിമീങ്ങളിൽ നടന്നു വരുന്ന നടപടിക്രമമാണിത്. ഹാഫിദ് ഇബ്നു കസീർ ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്. ലോകത്താദ്യമായി ഇത്തരം ഏർപ്പാടുകൾ ശിർക്കാണെന്ന് പഠിപ്പിച്ച ഇബ്നു തൈമിയയുടെ വിദണ്ഡവാദം കേട്ടതിന് ശേഷം പോലും മഹാനായ ഇബ്നു കസീർ ആ വിദണ്ഡവാദത്തിൽ ആകൃഷ്ടനായില്ല. അദ്ദേഹം ഇസ്ലാമിന്റെ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുന്നു. മഹാനരുടെ ഖബർ അന്നു മുതൽ ഇന്ന് വരേക്കും ജനങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ, മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മഴ തേടാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ബറക്കത്താകപ്പെട്ട സ്ഥലമാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ, അദ്ദേഹം അൽബിദായിൽ തന്നെ രേഖപ്പെടുത്തുന്ന മറ്റൊരു സംഭവം, യസീദ് ഇബ്നുൽ അസ്വദ് എന്ന് പറയുന്ന മഹാൻ ഖാന ആബിദൻ സാഹിദൻ, അദ്ദേഹം വലിയ ആബിദായിരുന്നു, ദുന്യവിയായ ചിന്തകളിൽ നിന്നൊക്കെ വിട്ടുകൊണ്ട് ജീവിക്കുന്ന പരിത്യാഗിയായിരുന്നു. സ്വാലിഹൻ, നല്ല ഭക്തനായ സ്വാലിഹായ മനുഷ്യനായിരുന്നു. സകന ഷാം, ഷാമിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. വകാന അഹ്ലു ഷാമി യസ്തസ്ഖൂന ബിഹി, ഷാമുകാർ അദ്ദേഹത്തെ കൊണ്ട് മഴ തേടാറുണ്ട്. ഇതാ ഖഹതു, പ്രയാസങ്ങൾ വരുമ്പോൾ, മഴയില്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് മഴ തേടാറുണ്ട്. വഖദ് ഇസ്തസ്ഖാ ബിഹി മുആവിയതു വല്ലഹാഖ് ഇബ്നു ഖൈസ്, മുആവിയ റളിയല്ലാഹു തആല അൻഹുവും ലഹാഖ് ഇബ്നു ഖൈസ് തങ്ങൾ പോലും ഇത്തരം സഹാബത്തും മഹാന്മാരുമൊക്കെ അദ്ദേഹത്തെ കൊണ്ട് മഴ തേടിയിട്ടുണ്ട്. ഖാല മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബിഖിയാരിനാ വസുലഹാഇനാ ഫയസ്തസ്ഖില്ലാഹ ഫയുസ്ഖൗന. അദ്ദേഹം ദുആ ചെയ്യുന്നതായ രൂപം പറയുന്നുണ്ട്, അല്ലാഹുവേ, ഞങ്ങളിൽ ഏറ്റവും ഖൈറായവരായ സാലിഹീങ്ങളിൽപ്പെട്ട യസീദ് ഇബ്നുൽ അസ്വദ് എന്നവരെ കൊണ്ട് ഇതാ ഞങ്ങൾ മഴ തേടുന്നു എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുകയും ഫയസ്തസ്ഖില്ലാ, അല്ലാഹുവിനോട് മഴ തേടുകയും ഫയസ്ഖൗന, മഴ കിട്ടുകയും ചെയ്യാറുണ്ട്. മഹാത്മാക്കളെ കൊണ്ടുള്ള തവസ്സുൽ അത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും നിരാക്ഷേപം
തുടർന്നു വന്നിരുന്ന സമ്പ്രദായമാണ്. അവരുടെ ഖബറുങ്കൽ ചെന്നുകൊണ്ടും ഈ ബറക്കത്ത് അവർ തേടിയിരുന്നു. എന്തിനധികം പറയണം, ഇമാം നവവി റഹിമഹുല്ലാ, നവവി ഇമാമിനൊക്കെ മുശ്രിക്കാക്കിയിട്ടും കാഫുറാക്കിയിട്ടും ഈ ചുവലി മൗലവിനെ പോലത്തവരൊക്കെ പോകുന്ന സ്വർഗം ഏതാണ് എന്ന് നമുക്കറിയില്ല. അത് പുത്തൂരിനടുത്ത് പാണാജിയിലൊരു സ്വർഗമുണ്ട്, ആ സ്വർഗമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നവവി ഇമാമ് തങ്ങൾ അവിടുത്തെ തെഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ രേഖപ്പെടുത്തി നോക്കി നിങ്ങൾ, മഹാനായ അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽപ്പെട്ട ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനർ വഫാത്തായി ഖുത്തില റളിയല്ലാഹു അൻഹു യൗമൽ ജമലിൽ 10 ഖലവന മിൻ ജമാദിൽ ഉഖ്റ സനത്ത് 60 വ30 ഹിജ്റയുടെ 36-ാം കൊല്ലം ജമാദിൽ ഊല 10-ാം ദിവസം ബഹുമാനപ്പെട്ട ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് തങ്ങൾ ജമൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വഖബ്റുഹു ബിൽ ബസ്റത്തി മഷ്ഹൂറുൻ, അദ്ദേഹത്തിന്റെ ഖബർ ബസ്റയിൽ വളരെ പ്രസിദ്ധമാണ്. യുസാറു, ആ ഖബർ സിയാറത്ത് ചെയ്യപ്പെടുന്ന ഖബറാണ്. എന്നാൽ അതിൻ്റെ അപ്പുറം പറയുന്ന കേട്ടോളി, വയുതബറകു ബിഹി, ആ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. വഹാബികൾ പറയും പോലെ സിയാറത്ത്, മഹാന്മാരുടെ സിയാറത്ത് പറഞ്ഞാൽ പ്രത്യേകം സിയാറത്തില്ല, എല്ലാവരുടെയും സിയാറത്ത് മരണചിന്ത ഉണ്ടാക്കാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും മാത്രമാണെന്ന് വഹാബികൾ പറയാറില്ലേ. എന്നാൽ ഇമാം നബവി തങ്ങൾ പറയുന്നത് അങ്ങനെ മാത്രമല്ല, ആ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വയുതബറകു ബിഹി, ആ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കപ്പെടാനും വേണ്ടിയിട്ടാണ്. അത് അന്ന് മുതൽ ഇന്ന് വരേക്കും ചെയ്തു വരുന്നു എന്ന് ഇമാം നബവി തങ്ങൾ തഹ്ദീബിൽ രേഖപ്പെടുത്തുകയാണ്. ഇതൊക്കെ മഹാന്മാരുടെ സ്വഭാവമാണ്. അതുപോലെ നോക്കൂ നിങ്ങൾ, മഹദിയായ ഉമ്മു ഹറാം ബീബി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുമായി മുലകൊടി ബന്ധമുള്ള വനിതയാണ്. സ്വഹാബി വനിതയായ ഉമ്മു ഹറാം ബീബി റളിയല്ലാഹു അൻഹ ചരിത്രം സുദീർഘമാണ്, ചരിത്രം ഞാൻ പറയുന്നില്ല. മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്ന നാവിക സേനയിൽ ബീവി അവർകൾ ആ സേന യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ കൂടെ ചേർന്നു. അത് മുത്തുനബി തങ്ങളുടെ കാലത്ത് മുത്തുനബി അതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്തു കൊടുത്തതിന്റെ ഫലമായിട്ടുണ്ടായതാണെന്ന് ഹദീസ് ഷരീഫുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചരിത്രം സുദീർഘമായി പറയുന്നില്ല. അങ്ങനെ അവിടെ പോയി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഫലമ്മാ അറാദുൽ ഖുറൂജ മിൻഹാ ഖുദ്ദിമത്തിൽ ഉമ്മു ഹറാം ബഗ്ലതൻ ലിതർകബഹ, ഉമ്മു ഹറാം ബീബി റളിയല്ലാഹു തആല അൻഹാക്ക് കയറാൻ ഒട്ടകം ഒരുക്കി കൊടുക്കപ്പെട്ടു. പക്ഷെ ഒട്ടകത്തിൽ കയറാൻ നേരത്ത് ഫസുഖിതത് അൻഹ, ആ ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് ബീബി വീണു അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. ഫമാത്തത് ഹുനാക് ഫഖബ്റുഹ ഹുനാലിക്, അവിടെ വെച്ച് തന്നെ ബീബിയെ മറമാടപ്പെട്ടു. യുഅല്ലിമൂനഹു, ആ ഖബറിനെ ജനങ്ങൾ ബഹുമാനിച്ചു വരുന്നു. വയസ്തസ്ഊന ബിഹി, ആ ഖബർ കൊണ്ട് ജനങ്ങൾ മഴ തേടി വരുന്നു. കേട്ടോ, ബീവിയുടെ ഖബർ ജനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ബഹുമാനിക്കുന്നു, അവിടെ വെച്ച് മഴ തേടുന്നു. സ്വഹാബി വനിതയുടെ ഖബറാണ്, അവിടെ വെച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഈ ആചാരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ കാലം മുതൽ മുസ്ലിമീങ്ങളിൽ നടന്നു വരുന്ന ആചാരമാണിത്. വയഖൂലൂന ഖബ്റുൽ മർഅത്തി സ്വാലിഹ, ജനങ്ങൾ പറയുന്നു സ്വാലിഹത്തായ ഒരു ബീബിയുടെ ഖബറാണിത്, ആദരിച്ചു വരുന്നു. ഹാഫിദ് ഇബ്നു കസീർ അൽ ബിദായയിൽ രേഖപ്പെടുത്തിയതാണ്. ഇങ്ങനെ നിരവധി ഒട്ടനവധി സംഭവങ്ങൾ ചരിത്രങ്ങളിലും ഹദീസ് ഷരീഫുകളിലും കാണാം. നിങ്ങൾ നോക്കൂ, മഹാനായ ഇമാം ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ ഹിജ്റയുടെ 463 വഫാത്തായ മഹാനാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പേ കഴിഞ്ഞു പോയ മഹാനാണ്. അദ്ദേഹം താരീഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഇന്നി ലഅതബറകു ബി അബി ഹനീഫത, ഞാൻ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ട് ബറക്കത്തെടുക്കാറുണ്ട്. അബൂ ഹനീഫ ഇമാമിനെ ഷാഫി ഇമാം കണ്ടിട്ടില്ല, പിന്നെ ബറക്കത്തെടുത്തത് എങ്ങനെയാ? അത് മഹാനർ വിവരിക്കുന്നു. വഅജീഉ ഇലാ ഖബ്രിഹി ഫീ കുല്ലി യൗം, ഞാൻ അവരുടെ ഖബറിങ്കലേക്ക് എല്ലാ ദിവസം ചെല്ലും. ഇമാം ഷാഫിഈ തങ്ങൾ ബഗ്ദാദിലുള്ള കാലത്ത് സംഭവിച്ചതായ അവിടുത്തെ അനുഭവം വിവരിക്കുകയാണ്. ഷാഫി ഇമാം ജനിച്ച വർഷം വഫാത്തായ ആളാണല്ലോ അബൂ ഹനീഫ ഇമാം. അവിടുത്തെ ഖബറിങ്കലേക്ക് ഞാൻ ദിവസവും ചെല്ലാറുണ്ട്. ഫൈദാ അറദത് ലി ഹാജത്തുൻ സ്വല്ലൈതു റകഅത്തൈൻ, എനിക്ക് വല്ല ആവശ്യവും പ്രയാസവും നേരിട്ടാൽ ഞാൻ അവിടെ പോയി 2 റകഅത്ത് നിസ്കരിക്കും. വജീതു ഇലാ ഖബ്രിഹി, എന്നിട്ട് അവിടുത്തെ ഖബർ ഷരീഫിങ്കലേക്ക് ഞാൻ ചെല്ലും. വസഅൽതുല്ലാഹ തആല അൽ ഹാജത ഇൻദഹു, അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിങ്കൽ വെച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിങ്കലേക്ക് എൻ്റെ ആവശ്യം തേടും. ഫമാ തബഉദു അന്നി ഹത്താ തുഖ്ലാ, അപ്പോൾ കൂടുതൽ സമയം ദീർഘിക്കും മുമ്പ് തന്നെ എൻ്റെ ആവശ്യം അല്ലാഹു വീട്ടാതിരിക്കുന്നില്ല. ഇതെൻ്റെ എത്രയോ കാലത്തെ അനുഭവമാണെന്ന് ഇമാം ഷാഫിഈ തങ്ങൾ പറഞ്ഞതായി ഖത്തീബുൽ ബഗ്ദാദി തങ്ങൾ താരീഖ് ബഗ്ദാദിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മഹാന്മാരുടെ സ്വഭാവമാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി മഹാത്മാക്കളുടെ ജാറത്തിങ്കൽ ചെല്ലുക എന്നുള്ളത്. അതിലൊരു ആക്ഷേപവുമില്ല. മുൻകഴിഞ്ഞ മഹാന്മാരൊക്കെയും ഇത് അനുവർത്തിച്ചു വന്നതാ. അതിൽ ശിർക്ക് കണ്ടത് ഇബ്നു തൈമിയ്യ മാത്രമാണ്. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് കഴിഞ്ഞു പോയ മഹത്തുക്കളുടെ ചരിത്രങ്ങളാണ് ഇതൊക്കെ. എന്തിനധികം പറയണം, സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. ഉബൈദുല്ലാഹ് ഇബ്നു അബ്ദില്ലാ എന്നവർ പറയുന്നു, റഅയ്തു ഉസാമത ഇബ്നു സൈദിൻ യുസല്ലി ഇൻദ ഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അള്ളാഹുവിന്റെ റസൂലിന്റെ ഹിബ്ബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, മുത്തുനബിയുടെ ഇഷ്ടഭാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഉസാമത്ത് ബിൻ സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു സഹാബി വര്യൻ മുത്തുനബിയുടെ ഖബറിങ്കൽ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു. ഇൻദ ഖബരി റസൂലില്ലാഹി, ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നതായി കണ്ടു റസൂലുള്ളാന്റെ. ഫഖറജ മർവാൻ ബിനുൽ ഹക്കം, മദീനയിലെ അന്നത്തെ അക്രമിയായ ഗവർണറായിരുന്ന മർവാൻ ബിനുൽ ഹക്കം അവിടേക്ക് കടന്നു വന്നു. ഫഖാൽ, അവൻ പറയുകയാണ്, തുസല്ലി ഇലാ ഖബ്രിഹി, മുത്തുനബിയുടെ ഖബറിലേക്കാണ് നീ നിസ്കരിക്കുന്നത്? ഇന്നത്തെ വഹാബിയുടെ അതേ ചോദ്യം ഹദീസിലുള്ളത്, എന്ത ഖബരി റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ നിസ്കരിക്കുന്നു. മഹാത്മാക്കളുടെ ജാറത്തിങ്കൽ പള്ളി ഉണ്ടാവും, നമ്മൾ പോയി അവിടെ പള്ളിയിൽ നിസ്കരിക്കും, എന്നിട്ട് മഹാന്മാരുടെ ജാറത്തിൽ പോയി സിയാറത്ത് ചെയ്യും. ഇതേ നിലക്ക് ഖബറിന്റെ അരികിൽ വെച്ച് മഹാൻ നിസ്കരിക്കുമ്പോൾ ഇന്നത്തെ വഹാബികളുടെ തല തൊട്ടപ്പനെ നമുക്ക് പറയാം. മർവാൻ ബിനുൽ ഹക്കം അയാൾ ചോദിക്കുകയാണ്, തുസല്ലി ഇലാ ഖബ്രിഹി, മുത്തുനബിയുടെ ഖബറിലേക്ക് നീ നിസ്കരിക്കുകയാണോ? ഫഖാല, ഉസാമത്ത് ബിൻ സെയ്ദ് തങ്ങൾ അതിന് പറഞ്ഞ മറുപടി, ഞാൻ ഖബറിലേക്ക് നിസ്കരിക്കുകയല്ല, ഖബറിന്റെ അരികിൽ വെച്ച് നിസ്കരിക്കുകയാണ് എന്നല്ല. വഹാബികൾക്ക് കുറിക്കുകൊള്ളുന്ന മറുപടിയാ പറഞ്ഞത്. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഖബറിന്റെ അരികിൽ വെച്ച് നിസ്കരിക്കുന്നതാണെന്ന് ബുദ്ധിയുള്ളവർക്ക് ആർക്ക് മനസ്സിലാവുമല്ലോ. ഖബറിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കല്ല, ഖബറിനെ നിസ്കാരത്തിന്റെ ഖിബലയാക്കുകയല്ല എന്നത് തിരിയാത്ത മണ്ടന്മാരുമൊന്നുമല്ല വഹാബികൾ. അറിഞ്ഞിട്ടും ബോധപൂർവ്വം ഖബറിലേക്ക് നിസ്കരിക്കുന്നു എന്ന് ഇവർ പറയും പോലെ തന്നെയുള്ള പൊട്ടൻ ചോദ്യം മർവാൻ ബിനുൽ ഹക്കം ചോദിച്ചപ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് തങ്ങളുടെ മറുപടി, ഫഖാല ഇന്നി ഉഹിബ്ബുഹു, ഞാൻ ഇവിടെ നിസ്കരിക്കാൻ കാരണം മുത്തുനബിയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ടാണടോ, ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞത്. ഇന്നി ഉഹിബ്ബു, നിശ്ചയമായി ഞാൻ നബിയെ സ്നേഹിക്കുന്നു. ഫഖാല ലഹു ഖൗലൻ ഖബീഹ, ഇത് കേട്ടപ്പോ മർവാന് മനസ്സിലായി, മർവാന്റെ ചോദ്യം ശരിയല്ല എന്നുള്ള നിലക്കുള്ള മറുപടി പറഞ്ഞതാണെന്ന് മനസ്സിലായപ്പോൾ ഉത്തരം മുട്ടിയ മർവാൻ പിന്നെ ചീത്ത പറയുകയാണ് ചെയ്തത്. ഇന്നത്തെ വഹാബികളുടെ അതേ നില, വളരെ മോശമായ നിലയിൽ ഉസാമത്ത് ബിൻ സെയ്ദ് തങ്ങളെ കുറിച്ച് സംസാരിച്ച് ചീത്തവാക്ക് പറഞ്ഞു. സുമ്മാ അത് പറയുന്നിട്ട് തിരിഞ്ഞും പോയി. ഫൻസറഫ ഉസാമത്തു, ഉസാമത്ത് എന്നവരും അവിടുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഫഖാൽ, അദ്ദേഹം പറയുന്നു, യാ മർവാൻ, ഓ മർവാനെ, ഇന്നക ആദൈതനി, നീ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി, എന്നെ ബുദ്ധിമുട്ടിച്ചു, എന്നെ ചീത്ത പറഞ്ഞു നീ. വഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നിശ്ചയം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹു യുബ്ഗിദുൽ ഫാഹിഷൽ മുതഫഹിഷ്, മോശമായ വാക്ക് പറയുന്ന, ചീത്ത വാക്ക് പറയുന്നവരെ അള്ളാഹു നിശ്ചയമായും അവരെ വെറുക്കുകയും കോപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വഇന്നക ഫാഹിഷും മുതഫഹിഷ്, അക്കൂട്ടത്തിൽപ്പെട്ട മോശമായ വാക്ക് സംസാരിക്കുന്ന ഒരാളാണ് നീ എന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതേ സ്വഭാവം അള്ളാഹുവിന്റെ മഹത്തുക്കളുടെ ഖബറിങ്കൽ ആരെങ്കിലും ചെന്നാൽ അത്തരക്കാരെ കാഫർ എന്ന് വിളിക്കാൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത നാവ്. ഈ പ്രായത്തിലും ഇദ്ദേഹം ഇത്തരം നാവിന്റെ ഉടമയാണെങ്കിൽ ഹിദായത്തില്ലാത്ത നാവാണത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹ് എന്നാണല്ലോ ഞാൻ ഇത് ഉദ്ധരിച്ചത്. മഹാനരുടെ തന്നെ മറ്റൊരു കിതാബ്, കിതാബു സിഖാത്ത്, ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വന്തം കിതാബാണ്. ആ കിതാബിൽ വെച്ച് അദ്ദേഹം തൻ്റെ അനുഭവം, സ്വന്തം അനുഭവം വിവരിക്കുന്നത് കണ്ടോ നിങ്ങൾ. മഹാനായ അഹ്ലു ബൈത്തിൽപ്പെട്ട ഉന്നതരിൽപ്പെട്ട മഹാൻ അലി മൂസ റിള തങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഖബർ തൂസിലാണെന്നും ഖലീഫ ഹാറൂൻ റഷീദ് തങ്ങളുടെ ഖബറിനരികിലാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, വമാ ഹല്ലത്ത് ബി ഷിദ്ദത്തുൻ ഫീ വഖ്തി മഖാമി ബിതൂസ് ഫസുർതു അലി ഇബ്നു മൂസ റിള സ്വല്ലല്ലാഹു അലാ ജദ്ദിഹി വഅലൈഹി, ഞാൻ തൂസിൽ താമസിക്കുന്ന കാലത്ത് എനിക്ക് വല്ല പ്രയാസവും നേരിട്ടാൽ ഞാൻ ഉടനെ അലി മൂസ റിള തങ്ങളുടെ ഖബറിങ്കലേക്ക് ചെല്ലും. വദഅഉതുല്ലാഹ ഇസാലതഹു അന്നി, അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രയാസം നീങ്ങിക്കിട്ടാൻ അള്ളാഹു മാറ്റിത്തരാൻ ഞാൻ ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ലസ്തുജീബലി, അപ്പോഴേക്കും എനിക്ക് ഉത്തരം കിട്ടാതിരുന്നിട്ടില്ല. വസാലത്ത് അന്നി തിൽക ഷിദ്ദ, ആ പ്രയാസം എന്നെ തൊട്ട് മാറാതെയും ഇരുന്നിട്ടില്ല. വഹാദാ ശൈഉൻ ജറബ്തുഹു മിറാറാ, പല പ്രാവശ്യം ഞാൻ പരിശോധിച്ച് എനിക്ക് ബോധ്യപ്പെട്ട സംഗതിയാണിത്. ഫവജത്തുഹു കദാലിക്, അങ്ങനെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അമാതനല്ലാഹു അലാ മഹബ്ബത്തിൽ മുസ്തഫ വഅഹ്ലി ബൈത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹിം അജ്മഈൻ. ഇതേ വിശ്വാസത്തിലായി മുത്തുനബിയോടും അഹ്ലു ബൈത്തിനോടുമുള്ള മഹബ്ബത്തിന്റെ മേലായി അള്ളാഹു നമ്മളെ മരിപ്പിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഈ സംഭവം മഹാനർ അവസാനിപ്പിക്കുന്നത്. ഹിജ്റയുടെ 354 വഫാത്തായ മഹാനാണ് ഹാഫിദ് ഇബ്നു ഹിബ്ബാൻ തങ്ങൾ. അദ്ദേഹത്തിന്റെ കിതാബ് സിഖാത്തിൽ സ്വന്തം അനുഭവം വിവരിച്ചതാ. ഇത്തരം മഹാന്മാരുടെ അനുഭവങ്ങൾ എമ്പാടും ചരിത്രങ്ങളിലുണ്ട്. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ തന്നെ അഹ്ലുസുന്നയുടെ പട്ടികയിൽ നിന്ന് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അഹ്ലുസുന്നത്തിന്റെ വെള്ളി നക്ഷത്രങ്ങളാകുന്ന മഹത്തുക്കളായ ഇമാമുകളൊക്കെ ഇത് അനുവർത്തിച്ചവരാണ്. അവരെല്ലാം പച്ച കാഫറുകൾ എന്ന് വിളിക്കാൻ മടിയില്ലാത്ത ഈ വഹാബികളുടെ കഥ വളരെ പരിതാപകരം തന്നെ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അവസാനമായി ഇദ്ദേഹം പറയുന്നത് എന്താ? മഹാത്മാക്കളുടെ ഖബറിങ്കലേക്ക് ചെല്ലുന്നത്
അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന സിഫത്തിനെ തന്നെ നിഷേധിക്കലാണ് പോലും. കാരണം എന്താ? റഹ്മാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വൈപ്പെട്ടവർക്കും വൈപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ. അപ്പൊ ദുനിയാവിലെ ആവശ്യ പൂർത്തീകരണം നടക്കാൻ അള്ളാഹ്ക്ക് വഴിപ്പെടണമെന്നില്ല, വഴിപ്പെടാത്തവർക്കും കൂടി അത് നടക്കുന്നുണ്ട്. അപ്പൊ അതിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നല്ലേ ഈ പറഞ്ഞത്? അപ്പൊ അതിനർത്ഥം മൂമിനാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നല്ലേ വരേണ്ടത്? ഇവിടെ കാഫിറിനും ചോമനും പാണ്ഡ്യനും രാമനും എല്ലാവർക്കും അള്ളാഹു ആവശ്യ പൂർത്തീകരണം നടത്തി കൊടുക്കുന്നുണ്ട്, മഹാത്മാക്കൾക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ മറുവശം എന്താ? അപ്പൊ അള്ളാഹ്ക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, രാമനും ചോമനായാലും ഇവിടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയാവും, നിങ്ങൾ രാമനും ചോമനായിക്കോളി എന്ന് അയാൾ പറയുന്നത്. ഇയാൾക്ക് വല്ല വിവരമുണ്ടോ? യഥാർത്ഥത്തിൽ ബിസ്മിയുടെ അർത്ഥം തിരിയാത്തത് ഈ വഹാബികൾക്കാണ്. യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കാനുള്ള മൂളയില്ലാത്തത് ഇവർക്കാണ്. നിങ്ങൾ നോക്കൂ, ഇയാൾ പറഞ്ഞ വിഷയം തന്നെ നമുക്കെടുക്കാം. റഹ്മാൻ എന്നാൽ എന്താ അർത്ഥം? വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്നവൻ. റഹീം എന്ന് പറഞ്ഞാലോ വഴിപ്പെട്ട മോമിനീങ്ങൾക്ക് മാത്രം ആഖിറത്തിൽ പ്രത്യേക ഗുണം ചെയ്യുന്നവൻ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ദുനിയാവിൽ വെച്ച് അല്ലാഹു തആല വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന, അഥവാ അള്ളാഹുവിങ്കൽ ഒരു വിലയുമില്ലാത്ത ഈ ലോകത്ത് മോമിനീങ്ങൾക്ക് ചെയ്യുന്ന ഗുണം എന്താ? നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ ലോകത്തെക്കുറിച്ച് വൈപ്പെട്ടവനും വൈപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന ലോകം എന്ന് പറയുമ്പോൾ, അപ്പോൾ വൈപ്പെടുന്നതിൻ്റെ പേരിൽ പ്രത്യേകം പ്രതിഫലമായി നൽകുന്ന ലോകമല്ല ഇത് എന്നല്ലേ? അതെന്തുകൊണ്ടല്ല? ഈ ദുനിയാവ് അല്ലാഹു വില വെക്കാത്ത ലോകമാണ്. ലൗ തസിനു ദുനിയ ഇൻദല്ലാഹി ജനാഹ ബഊലത്തിൻ മാ സഖാ കാഫിറൻ മിൻഹാ ശുർബത മാഇൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഹദീസ്. ഒരു കൊതുകിന്റെ ചിറകിനോളം വിലയില്ലാത്ത ഈ ദുനിയാവ് അള്ളാഹുവിങ്കൽ അങ്ങനെയെങ്കാനും വില ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു അവിശ്വാസിക്കും ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരാൾക്കും അള്ളാഹു അവസരം സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ലോകത്ത് ഭയപ്പെട്ടവർക്കും ഭയപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന ഈ ലോകത്ത് സത്യവിശ്വാസിയായി ജീവിച്ച് മരിച്ചുപോയ മഹാന്മാർക്ക് അള്ളാഹു എന്തൊക്കെ ഗുണങ്ങളാണ് ചെയ്തത്? അവരുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുത്തു. അവരിഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്തു. അവരിഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി അവർ ദുആ ചെയ്യുമ്പോൾ അത് അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ നടന്നതല്ലേ ദുനിയാവിൽ? എങ്കിൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചു മരിച്ചുപോയി എന്ന കാരണം കൊണ്ട് ദുനിയാവിൽ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടുണ്ടായിരുന്ന ഏത് ആനുകൂല്യത്തെയാണ് അള്ളാഹു മരിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നത്? കട്ട് ചെയ്യല്ലോ, അതിലും കൂടുതൽ കൊടുക്കണ്ടേ അവിടെ? ദുനിയാവിൽ അവർക്ക് കിട്ടിയിരുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരുടെ കാര്യങ്ങൾ മാത്രമല്ല, അവരിഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങളും, അവർ ആർക്കൊക്കെ വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നുണ്ടോ ആ ശഫാഅത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല അവരുടെ കാര്യങ്ങളും സാധിപ്പിച്ചു കൊടുത്തതായ അനുഭവം ദുനിയാവിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് വഴിപ്പെട്ട് ജീവിച്ചു മരണപ്പെട്ടു പോയി എന്നുള്ള കാരണം കൊണ്ട് ആഖിറത്തിലെത്തുമ്പോൾ അതിൽ കുറക്കല്ലല്ലോ, കൂട്ടല്ലേ ചെയ്യേണ്ടത്? അതാണല്ലോ റഹീം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥവും. അവിടെ അള്ളാഹ്ക്ക് വഴിപ്പെട്ടവർക്ക് മാത്രമേ ഗുണം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസരായി ജീവിച്ചു മരിച്ചു പോയ ആളുകളും ബർസഖി ലോകത്താണെങ്കിലും അവർ ശഫായത്ത് അവിടെ വെച്ച് ചെയ്താൽ അവർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ശഫായത്ത് ബർസഖി ലോകത്ത് ദുനിയാവിൽ സ്വീകരിച്ചതിനേക്കാളും കൂടുതൽ സ്വീകരിക്കല്ലേ? യഥാർത്ഥത്തിൽ ബുദ്ധിപരമായി ചിന്തിച്ചാൽ ശരി നമുക്ക് ബോധ്യപ്പെടുന്ന സംഗതി. അതുകൊണ്ട് തന്നെ ഈ വിവരദോഷിയായ വഹാബിയായ മൗലവി പറയുന്നത് മാത്രമല്ല, ഇവരുടെ കൂട്ടത്തിലെ എല്ലാവർക്കും ഒരു കാര്യവും വേണ്ടതുപോലെ ചിന്തിക്കാൻ മൂളയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഖിറത്തിൽ എത്തിയാൽ മഹാന്മാർക്ക് ദുനിയാവിൽ കിട്ടുന്നതിലേറെ ആനുകൂല്യം അല്ലാഹു കൊടുക്കും. അവിടെ വെച്ച് അവർ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമ്പോൾ അത് അള്ളാഹു ദുനിയാവിൽ സ്വീകരിച്ചതിനേക്കാളും കൂടുതൽ വേഗത്തിൽ സ്വീകരിക്കുകയും അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു അവരിലൂടെ സാധിപ്പിച്ചു തരികയും ചെയ്യും എന്നതാണ് യഥാർത്ഥം. ഈ വിശ്വാസം അഹ്ലുസുന്നയുടെ പാരമ്പര്യ വിശ്വാസമാണ്. മഹാത്മാക്കളൊക്കെ മഹാന്മാരുടെ ഖബറിങ്കൽ ചെന്നുകൊണ്ട്, ചെറിയ ചെറിയ ആളുകളൊന്നുമല്ല, ഇമാമുന ശാഫിഈ തങ്ങളെ പോലത്തെ മഹത്തുക്കൾ പോലും അവരുടെ മുമ്പേ കഴിഞ്ഞു പോയ മഹാത്മാക്കളുടെ ഖബറുകളിൽ ചെല്ലുമ്പോൾ കേവലം അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മാത്രമല്ല, സ്വന്തം ആവശ്യപൂർത്തീകരണം ആ മഹാത്മാക്കളിലൂടെ അള്ളാഹു സാധിപ്പിച്ചു തരൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ചെന്നത് എന്നുള്ളതിൻ്റെ തെളിവുകൾ കിതാബുകളിൽ എമ്പാടും നിരന്നു കിടക്കുകയാണ്. ഇത്തരം വിവരദോഷികളുടെ ജൽപ്പനങ്ങൾക്ക് ആരും ചെവി കൊടുക്കരുതെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഞാൻ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.